ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടിപൊളി സ്റ്റെയർ കേസ് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ കുറഞ്ഞ രീതിയിൽ വീട് അടിപൊളിയാക്കാനുള്ള ഓരോ ടിപ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അതിന് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പ് ഏതെന്ന് വെച്ചാൽ 1:1 പൈപ്പ്, അതുപോലെ 3:1 പൈപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പണി ഒന്നും കൂടെ സ്പീഡാകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പണിക്കാരെ വിളിക്കുമെന്ന് മാത്രം. അതിന് നമ്മൾ 3:1 പൈപ്പ് ക്രോസ് കട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് പോകുന്ന രീതിയിലാണ്. അതിൻ്റെ മേലെ നമ്മൾ പലകയുടെ കഷ്ണം ഇടും. ഇത് നോക്കും, ഇതുപോലെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്റ്റെപ്പായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ബെൽറ്റ് ചെയ്ത് ഒരു സ്റ്റെപ്പിൻ്റെ രീതിയിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ആയിട്ട് വരും. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോണി കയറുന്നിടത്ത് ഓരോ സ്റ്റെപ്പായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ മേലെ നമ്മൾ പല വെക്കും. അപ്പോൾ നമുക്കിത് കുറഞ്ഞ ചിലവിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 17 സ്റ്റെപ്പാണ് ഇവിടെ ഈ ഒരു സൈറ്റിൽ നമുക്ക് വന്നിട്ടുള്ളത് ചെയ്യാൻ. അപ്പോൾ അതിന് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പ് ആദ്യം പറഞ്ഞ പോലെ 1:1 ചെറിയ പൈപ്പ്, അതുപോലെ 3:1 പൈപ്പാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വലിയ പൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഇത് നമ്മളൊന്നും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈഡാക്കി എടുത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പലകയുടെ പീസ് വെക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഒന്നെങ്കിൽ സ്ക്രൂ ചെയ്തിടാം, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് ഫ്രെയിം അടിച്ചിട്ട് അതിലും എടുത്ത് വെക്കാം. ഇപ്പോൾ ഈ സാധനത്തിന്, അതായത് ഈ പൈപ്പിന് കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് എത്രയെന്ന് വെച്ചാൽ ഏകദേശം 11,000 രൂപയുടെ അടുത്താണ് വന്നിട്ടുള്ളത്. അതായത് ഇതെടുത്തപ്പോൾ നമ്മുടെ പൈപ്പിന് വില 109 രൂപയായിരുന്നു കിലോന്. ഇതിൻ്റെ കുറച്ച് മുന്നേ 67, പിന്നെ 72 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ എന്തിനാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്നും കൂടി സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഫ്ലോറിലൊരു ഭാഗം അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കോണി കിടന്ന് അതിന് ഒരു ജർക്കിനോ കാര്യമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതവിടെ ഹോളാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ നമുക്ക് ആയിട്ടുള്ളത് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11,000 രൂപ ഇതിൻ്റെ കോസ്റ്റ്, അതായത് മെറ്റീരിയലിൻ്റെ. ഇനിയിപ്പോൾ ഇതിപ്പോൾ പണിക്കാരെ വെച്ചിട്ട് നിങ്ങൾ തന്നെ കൂലിക്ക് വിളിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ പണി വരുന്നുണ്ടാവുള്ളൂ. അത് 2 ആൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4,000 രൂപ അത്രേ വരുന്നുള്ളൂ. ഒരാൾക്ക് 1,000 രൂപ വെച്ചിട്ട്. അത് നിങ്ങളെ നാട്ടിലുള്ള സാധാ പണിക്കാർക്ക് എത്രയാണ് വരുന്നത് ആ രീതിയിലായിരിക്കും അവരുടെ കോസ്റ്റ് എത്രയെന്നുള്ള രീതിയിൽ. പിന്നെ ഇതിൻ്റെ മേലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള പലകയുടെ പീസ്, അത് സെക്കൻഡ് ഹാൻഡ് പലകയുടെ പീസ് കിട്ടും. നമ്മൾ വാതിലിൻ്റെയൊക്കെ നമ്മൾ ഈ മരത്തിൻ്റെ ഒക്കെ വീട്ടിൽ കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടാവുന്നതാണ്. ഒരു പീസിന് 350 രൂപ, 400 രൂപ അങ്ങനെ വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 17 സ്റ്റെപ്പ് ആകുമ്പോൾ ഒരു 7,000, 8,000 അങ്ങനെ വരും. ടോട്ടൽ ഇത് നമുക്കൊരു 20,000 രൂപയുടെ ഉള്ളിൽ ഒതുക്കി തീർക്കാൻ മാത്രമേ ഉള്ളൂ. മാക്സിമം പോയാൽ 25,000 രൂപ. പക്ഷേ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ കോൺക്രീറ്റ് കോണിയേക്കാളും ഒന്നും കൂടി കാണാനും ഭംഗിയുണ്ടാകും. അതുപോലത്തെ ഒന്നും കൂടി സിമ്പിളും ആയിരിക്കും. പിന്നെ അധികം വലിയ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഇത് എത്ര ലോഡ് എടുക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളിത് കണ്ട പോലെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് എന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് 3:1 പൈപ്പ് വെച്ചിട്ടാണ് ഓരോ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പലകയുടെ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും കൂടെ ഇത് വെച്ച് കൊടുക്കും. അതിൻ്റെ മേലെ ഓരോ സ്റ്റെപ്പിനുമായിട്ട് ഇങ്ങനെ ഇതാ ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ ആ പലക ഇടാൻ പോകുന്നത്. അത് ഏറ്റവും നല്ലത് 2 ഇഞ്ചിൻ്റെ പലകയാണ്. 1 ഇഞ്ചിൻ്റെ പലകയായാലും കുഴപ്പമോ കാര്യമൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ ടൈൽസ് നമ്മൾ അടിയിൽ ടോട്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അതേ പറഞ്ഞ പോലെ നമ്മുടെ കോണിയെ ജെർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് കോണിയുടെ പണി തീർക്കുകയും ചെയ്യാം. ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും, ഒരു മോഡേൺ ടൈപ്പായിട്ട് വരും. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കോണിയുടെ പകുതി കുറച്ചായിട്ടുള്ളൂ പണി. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ ഈ കാണുന്ന ഏരിയ നമ്മളവിടെ കോൺക്രീറ്റ് നിലഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഗാർഡൻ പോലെ നമ്മുടെ മുള കാര്യങ്ങൾ പിന്നെ ബബിൾ സ്റ്റോൺസ് ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യാനുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ടൈൽസ് ഉള്ളിലോട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കൊടുത്താൽ ഓരോ കമ്പിയും നമ്മൾ നന്നായിട്ട് ബെൽഡ് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് പൊതുവെയുള്ള സംശയമായിരിക്കും, ഇതിൽ പലകയെല്ലാം ഇട്ട് പിന്നെ നമ്മൾ കയറിയിരിക്കുമ്പോൾ ഇത് ലോഡ് താങ്ങുമോ അല്ലെങ്കിൽ പൊട്ടി വീഴുമോ എന്നുള്ളത്. ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഒറ്റ ഫ്രെയിമായിട്ടല്ല കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിപ്പോൾ എൽ ഷേപ്പിൽ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ആംഗിളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉറപ്പ് കൂടുതലായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ഈ കമ്പി കൊടുത്തിട്ടുണ്ട്, ഒന്നിൻ്റെ കമ്പി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതും ബെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് ജർക്കിങ്ങോ അല്ലെങ്കിൽ ലോഡ് എടുക്കാത്ത പ്രശ്നമോ അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിൽ 2 ലാൻഡിംഗ് ആണ് വന്നിട്ടുള്ളത്, അതായത് ഒരു സി ടൈപ്പ് കോണിയായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗം കയറി കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് ഫ്ലോർ വരുന്ന ഭാഗത്ത് അവിടെ നമ്മൾ ഇതുപോലെ കമ്പി കൊണ്ട് തന്നെ ചെയ്യാനുള്ള പ്ലാനിലാണ്. അത് ചെയ്തിട്ട് അവിടെ നമ്മൾ ഗാർഡന് കാര്യങ്ങൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാവും, അത് ചെയ്യാനുള്ള ഒരു ചെറിയ പ്ലാനിലാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കൂടി ഇതിൽ കാണിക്കാവുന്നതാണ്. ഇത് ഇത്രയായിട്ടുള്ള ബാക്കി 2ാം ഭാഗം ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം.